Students, we can continue with the test for convergence. Here we have to test the same series for convergence, absolute convergence and conditional convergence. First of all, you have to understand what are the three definitions. Convergence, sigma xn convergence ആണ് convergence എന്ന് നമ്മൾ പറയും. Then sigma mod xn convergence ആണ് നമ്മൾ absolute convergence എന്ന് പറയും. ഇനി conditional convergence എന്ന് പറഞ്ഞാൽ absolutely convergent ആണെങ്കിൽ സീരീസ് convergent ആണ്. അപ്പോൾ പിന്നെ convergence-നെ പറ്റി ചെക്ക് ചെയ്യണ്ട. What is conditional convergent? sigma xn convergent ആണ്. അതുകൊണ്ട് sigma mod xn convergent ആകണം എന്ന് നിർബന്ധമില്ല. എന്നിട്ട് sigma mod xn convergent അല്ല, divergent ആണ്. convergent അല്ല, divergent ഇങ്ങനത്തെ സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ sigma xn convergent, sigma mod xn convergent ആണെങ്കിൽ sigma xn ഓട്ടോമാറ്റിക് ആയിട്ട് convergent ആണ്. ഇനി ഇതൊന്നും അറിയത്തില്ല, sigma xn മാത്രമേ convergence പറയുന്നുള്ളെങ്കിൽ അതിനെ സിമ്പിൾ ആയിട്ട് convergence എന്ന് പറയും. sigma mod xn convergent ആണെങ്കിൽ അതിനെ absolutely convergent എന്ന് പറയും. absolute convergence implies also convergence. Convergence does not imply absolutely convergent. Therefore, there may be series with the sigma xn convergent and sigma mod xn divergent. That type of convergence is called the conditional convergence. Conditional convergence. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ തരാൻ പോകുന്ന എക്സാമ്പിൾ നമുക്ക് മൂന്നും ടെസ്റ്റ് ചെയ്യണം. The given series is this one, 1 minus 1/2 plus 1/3 minus 1/4 plus etc. ഈ സീരീസ് ആണ് തന്നിരിക്കുന്നത്. സീരീസ് നിങ്ങൾക്ക് പരിചയമുണ്ട്. This is a alternating harmonic series and we have proved that. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. alternating harmonic series, let sigma xn equal to, let sigma xn equal to series ഒന്നുകൂടെ എടുത്തെഴുതുക. This is the alternating harmonic series and we know that we have proved using the direct definition. Sequence of partial sums പരിഗണിച്ചിട്ട് നമ്മൾ നേരത്തെ alternating harmonic series convergent ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. alternating harmonic series convergent. അപ്പോൾ മാർക്ക് അനുസരിച്ച് നിങ്ങൾ ആ പ്രൂഫ് കൊടുക്കണം. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇത് കൺവേർജൻസ് alternating harmonic series ആണ് കൺവേർജന്റ് ആണ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ കൂടുതൽ മാർക്കുള്ള 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും alternating harmonic series convergent എന്ന് ആദ്യ പാർട്ടിൽ പഠിച്ച പ്രൂഫ് നിങ്ങൾ എഴുതണം. alternating harmonic series, geometric series, p series ഇതിന്റെയൊക്കെ കൺവേർജൻസ് ഡയറക്റ്റ് ഡെഫിനിഷൻ ടെസ്റ്റുകളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് മാർക്ക് അനുസരിച്ച് വേണ്ടിടത്ത് ഉപയോഗിക്കുക. ചിലടത്ത് കമ്പാരിസണിലൊക്കെ അത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒന്നും അതിന്റെ പ്രൂഫ് കൊടുക്കേണ്ട കാര്യമില്ല. കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ അങ്ങനെ എക്സാമിനേഷൻ പർപ്പസിൽ ആലോചിക്കുമ്പോൾ അങ്ങനെയും കൂടി ചിന്തിക്കുക. അപ്പോൾ alternating harmonic series നമ്മുടെ sigma xn കൺവേർജന്റ് ആണ്. ഇനി അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ടോ എന്നറിയാൻ എന്നാ നോക്കുന്നത്? sigma mod xn എഴുതി നോക്കണം. sigma mod xn ഈക്വൽ ടു മോഡുലസ് വാല്യൂസ് എടുത്താൽ 1 + 1/2 plus 1/3 plus 1/4 plus etc. ഇത് sigma 1/n⁻p for p equal to 1. ഡൈവേർജന്റ് എന്ന് നമുക്കറിയാം. ഡൈവേർജന്റ് എങ്ങനെയോ ഡൈവേർജന്റ് എന്ന് പറഞ്ഞാൽ p സീരീസിന്റെ കൺവേർജൻസും എല്ലാ p സീരീസും കൺവേർജന്റ് ആയിരിക്കത്തില്ല. p ഈക്വൽ ടു 1 ഡൈവേർജന്റ് ആണ് എന്ന് നമുക്കറിയാം. n⁻p പവർ p ഈക്വൽ ടു 1. p ഗ്രേറ്റർ ദാൻ 1 sigma 1/n². ഇത് sigma 1/n ആണ്. sigma 1/n ആണ്. മറ്റു തരത്തിലും ഇത് ഡൈവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ പലതരത്തിലുള്ള പ്രൂഫ് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഡൈവേർജന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയും മതി. sigma xn എല്ലാം പറയാറായി. sigma xn കൺവേർജന്റ് എന്ന് നമുക്ക് എഴുതാറായി. ടെസ്റ്റ് ഫോർ കൺവേർജൻസ്, അബ്സല്യൂട്ട് കൺവേർജൻസ് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ്. sigma mod xn sigma mod xn ഡൈവേർജന്റ് എന്നാണ് കിട്ടിയത്. sigma xn നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് നമുക്ക് മോഡുലസ് എടുത്തപ്പോൾ കൺവേർജൻസ് കിട്ടി, അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ട്. അപ്പോൾ മോഡുലസ് എടുത്തപ്പോൾ കൺവേർജൻസ് കിട്ടിയില്ല. sigma mod xn is not convergent. മോഡുലസ് കളഞ്ഞ അബ്സല്യൂട്ട് കൺവേർജൻസിനെ പറ്റി സംസാരിക്കാം. sigma xn നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറയാം. അപ്പോൾ സീരീസ് കൺവേർജന്റ് ആകുകയും നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആകുകയും ചെയ്താൽ
അങ്ങനെ സംഭവിക്കാം. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ് ഉറപ്പായിട്ടും സീരീസ് കൺവേർജന്റ് ആണ്. സീരീസ് കൺവേർജന്റ് ആവുകയും അബ്സല്യൂട്ട് കൺവേർജൻസ് ഇല്ലാതെ വരികയും ചെയ്യുന്നതാണ് കണ്ടീഷണലി കൺവേർജന്റ്. സിഗ്മ എക്സൻ ദാറ്റ് ഈസ് സിഗ്മ എക്സൻ, അതിന് വേറെ ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. സിഗ്മ എക്സൻ ഈസ് കണ്ടീഷണലി കൺവേർജന്റ്. മോഡുലസിന് കൺവേർജൻസ് ഇല്ല, അതാണ് കണ്ടീഷണൽ കൺവേർജൻസ് എന്ന് ഓർക്കുക. കണ്ടീഷണലി കൺവേർജന്റ്. അപ്പോൾ ഇങ്ങനെ മൂന്നും ഒക്കെ ചോദിക്കാം, നിങ്ങൾ അതിനനുസരിച്ച് ആൻസർ എഴുതുക. Now we move to another question. Determine whether the series is absolutely convergent. The series is given as sigma n equal to 1 to infinity. n equal to 1 to infinity എന്ന് എഴുതണ്ട, എഴുതാതെ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. -1 ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ എഴുതാതെയും തരാം. തന്നിട്ടില്ലെങ്കിൽ 1 to infinity എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. നാച്ചുറൽ നമ്പേഴ്സിന്റെ കറസ്പോണ്ടൻസ് ആണ് x1, x2, x3 അങ്ങനെയൊക്കെയാണ് ടേംസിനെ നമ്മൾ ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്തത്. ഹിയർ -1 whole raised to n into 2n plus 3 divided by 3n plus 1 is the nth term of the series. This is an alternating series. Minus n equal to 1 കൊടുക്കുമ്പോൾ നെഗറ്റീവ് ടേം ആണ്, പിന്നെ പോസിറ്റീവ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത് സീരീസ് തന്നെയാണ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിന് അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് നമ്മൾ സീരീസിന് അപ്ലൈ ചെയ്യാൻ അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ട്, കൺവേർജൻസ് ഉണ്ട്, അത് ശരിയാ. പക്ഷെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ ഉള്ളതല്ല. പക്ഷെ സീരീസിനുള്ള ഏത് ടെസ്റ്റും ഓൾട്ടർനേറ്റിംഗ് സീരീസും സീരീസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസിനും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതൊക്കെ ആലോചിക്കാം. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് nth ടൈം ടെസ്റ്റും ലെബനിറ്റ്സ് ടെസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. nth ടൈം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? സീരീസ് സിഗ്മ എക്സൻ കൺവേർജൻ implies limit xn equal to 0. ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ലിമിറ്റ് xn equal to 0. ഇത് കൺവേർജൻസിൻ്റെത്. എന്ത് ടൈം ടെസ്റ്റ്? ഡൈവേർജൻസ് ഇതിന്റെ തിരിച്ചില്ല. ഡൈവേർജൻസ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് xn നോട്ട് ഈക്വൽ ടു 0 നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് സിഗ്മ xn നോട്ട് കൺവേർജൻ ഡൈവേർജൻ. ഇങ്ങനെ അത് കൺവേർജൻസ് ടെസ്റ്റ് ആയിട്ടോ ഡൈവേർജൻസ് ടെസ്റ്റ് ആയിട്ടോ ഉപയോഗിക്കാം. ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടത് ഇത് മാത്രം ആലോചിക്കാം. സിഗ്മ എക്സൻ കൺവേർജന്റ് ആണെങ്കിൽ ലിമിറ്റ് എക്സൻ 0 എന്നാണ് എന്ത് ടൈം ടെസ്റ്റ് പറയാം. അപ്പൊ കൺവേർജന്റ് ആണെങ്കിൽ എന്ത് ടൈം 0 എന്നുള്ളൂ. എന്ത് ടൈം 0 ആയതുകൊണ്ട് കൺവേർജന്റ് ആവണമെന്നില്ല. എന്ത് ടൈം 0 അല്ലെങ്കിൽ ഡൈവേർജന്റ് ആവുകയും ചെയ്യും. ഇതാണ് എന്ത് ടൈം ടെസ്റ്റ്. ഇതുപോലെയൊക്കെ തോന്നിക്കും നമ്മുടെ ലെബനിറ്റ്സ് ടെസ്റ്റ് ഓർ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ടെസ്റ്റ്. അവിടെയും ഒരു ലിമിറ്റ് സഡൻ ഈക്വൽ ടു 0 എന്നൊരു കാര്യം പറയുന്നില്ലേ? അപ്പോൾ ഇത് കൺവേർജൻ ആണെങ്കിൽ ലിമിറ്റ് സഡൻ 0 ആണെങ്കിൽ ഇംപ്ലൈസ് കൺവേർജൻസ്. ഇതുപോലെയല്ല, കൺവേർജന്റ് ആണെങ്കിൽ ലിമിറ്റ് എക്സൻ 0 എന്നാണ് എന്ത് ടൈം ടെസ്റ്റ്. തിരിച്ചില്ല. പക്ഷെ ലിമിറ്റ് എക്സൻ 0 അല്ലെങ്കിൽ സിഗ്മ എക്സൻ ഡൈവേർജന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ വേറെയും കണ്ടീഷൻസ് ഉണ്ട്. സിഗ്മ എക്സനെ അത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇങ്ങനെ നമ്മൾ എഴുതി സിഗ്മ -1 ഹോൾ റൈസ് ടു n ഇൻറ്റു ഈ സഡൻ വിത്ത് സഡൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതി. ഇവിടെയൊക്കെ വേറെ കണ്ടീഷൻസ് ഉണ്ട്. ദെൻ സീക്വൻസ് സഡൻ ഈസ് ഡിക്രീസിങ് പോസിറ്റീവ് ടേംഡ് വിത്ത് ലിമിറ്റ് സഡൻ ഈക്വൽ ടു 0. അപ്പൊ ഇത് ഇവിടുത്തെ കണ്ടീഷനാണ്. പക്ഷെ എന്ത് ടൈം 0 ആണെന്ന് മാത്രമല്ല, പോസിറ്റീവ് ഡിക്രീസിങ് സീരീസ് വിത്ത് ലിമിറ്റ് ഓഫ് എന്ത് ടൈം ഈക്വൽ ടു 0. അന്നേരം നമുക്ക് ഉറപ്പായി എന്താ, അന്നേരം നമ്മൾ എന്താ പറയാ, സിഗ്മ എക്സന്റെ കാര്യം തന്നെ പറയുന്നത്. സിഗ്മ എക്സൻ ഈസ് കൺവേർജൻ. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പോൾ ഒരു സഡന്റെ റോൾ വരുന്നുണ്ട്. അപ്പോൾ സൈൻ മാറ്റി ആലോചിച്ച ഡിക്രീസിങ് പോസിറ്റീവ് ടേംഡ് സീരീസ് ലിമിറ്റ് സഡൻ 0 എന്നുള്ളതിൽ നിന്ന് നമുക്ക് സിഗ്മ എക്സന്റെ കൺവേർജൻസ് എടുക്കാം. അപ്പോൾ ഇത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ എന്ത് ടൈം 0 ആയ കൺവേർജൻസ് എന്നല്ല ഇവിടെ പറഞ്ഞത്. മാത്രമല്ല ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് ഒന്നാമത്. അതുകൂടാതെ ആ വരുന്ന ടേംസ് ഡിക്രീസിങ് ആയിരിക്കണം, സഡൻ പോസിറ്റീവ് ആയിരിക്കണം. ദെൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് സിഗ്മ -1 ഹോൾ റൈസ് ടു n is sudden or സിഗ്മ എക്സൻ ഈസ് കൺവേർജൻ. അത് തമ്മിലുള്ള വ്യത്യാസം ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഓൾട്ടർനേറ്റിംഗ് സീരീസിന് മാത്രം അപ്ലൈ ചെയ്യാനുള്ളതാണ്. അത് സാധാരണ സീരീസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ ഒന്നുമല്ല, ഇവിടെ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ സിഗ്മ എക്സൻ. ദെൻ
കൺസിഡർ സിഗ്മ എക്സ് എൻ ഈക്വൽ ടു എന്ന് എഴുതാം. ദെൻ സിഗ്മ മോഡ് എക്സ് എൻ ഈക്വൽ ടു സിഗ്മ മോഡ് എക്സ് എൻ കൺവേർജന്റ് ആണെങ്കിൽ അബ്സല്യൂട്ട്ലി ടെസ്റ്റ് വെദർ അബ്സല്യൂട്ട്ലി കൺവേർജ്. അപ്പോൾ സിഗ്മ മോഡ് എക്സ് എൻ നമ്മൾ എഴുതി നോക്കുക. സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് വെക്കുമ്പോൾ -1 ഹോൾ റൈസ് ടു n പോസിറ്റീവ് ആവും. പിന്നെ ഉള്ളത് പോസിറ്റീവ് ആണെന്ന് ഉറപ്പാണ്. n is a നാച്ചുറൽ നമ്പർ 2n + 3 ഡിവൈഡ് ബൈ 3n + 1. ഇനി ഇത് ഇപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ഒന്നുമല്ല. അപ്പോൾ ഇതിന്റെ nth ടൈം ലിമിറ്റ് ഓഫ് nth ടൈം ഓഫ്, അപ്പോൾ അത് പറയണ്ട. ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ സൈൻ ഉണ്ട്, അതല്ല എടുക്കണ്ടേ. ഈ എഴുതിയേക്കുന്നതിന്റെ nth ടൈം ഈക്വൽ ടു സിഗ്മ yn എന്നങ്ങ് വിചാരിക്കുക. ലിമിറ്റ് yn ഇവിടെ ഓൾട്ടർനേറ്റിംഗ് ഒന്നുമല്ല. ലിമിറ്റ് yn ഈക്വൽ ടു ലിമിറ്റ് ഓഫ് 2n + 3 ഡിവൈഡഡ് ബൈ 3n + 1. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അല്ല കേട്ടോ ഇവിടെ അപ്ലൈ ചെയ്യുക. അത് ഓൾട്ടർനേറ്റിംഗ് സീരീസിന് പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ഓൾട്ടർനേറ്റിംഗ് അല്ല, ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്, പക്ഷെ ഇത് നോട്ട് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. അപ്പോൾ ഓർഡിനറി ടെസ്റ്റ് നമ്മൾ കൺവേർജൻസ് അല്ല ഡൈവേർജൻസ് പറയാൻ പോകുന്നത്. ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് ഞാൻ എഴുതുന്നത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെ 2 + 3/n എന്ന് എഴുതാം. താഴത്തതിനെ 3 + 1/n. വാല്യൂവിനൊന്നും ചേഞ്ച് ഉണ്ടാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് ദെൻ ദ ലിമിറ്റ് ഈക്വൽ ടു 3/n 1/n ടെൻസ് ടു 0. ലിമിറ്റ് ഈക്വൽ ടു 2/3. nth ടൈം ടെസ്റ്റ്. nth ടൈമിന്റെ ലിമിറ്റ് നോൺ സീറോ ആണ്. nth ടൈം ടെസ്റ്റ് കൺവേർജൻസിന് സിഗ്മ എക്സ് എൻ കൺവേർജന്റ് ആണെങ്കിൽ, കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനല്ല, കൺവേർജന്റ് ആണെങ്കിൽ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യത്തില്ല അവിടെ nth ടൈം ടെസ്റ്റ് ഉപയോഗിച്ച്. കൺവേർജന്റ് ആണെങ്കിൽ nth ടൈമിന്റെ ലിമിറ്റ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല കൺവേർജന്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. ലിമിറ്റ് എക്സ് എൻ 0 ആയതുകൊണ്ട് കൺവേർജന്റ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ ഈ സീരീസിന്റെ ലിമിറ്റ് nth ടൈമിന്റെ ലിമിറ്റ്, സീരീസിന്റെ nth ടൈമിന്റെ ലിമിറ്റ് തന്നിരിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ അല്ല. സിഗ്മ മോഡ് എക്സ് എൻ എഴുതിയപ്പോൾ yn nth ടൈം മോഡ് എക്സ് എൻ ഈക്വൽ ടു yn, മോഡ് എക്സ് എൻ ആണ് yn, മോഡ് എക്സ് എൻ ഈക്വൽ ടു yn, അതാണ് nth ടൈം. ആ nth ടൈം നോൺ സീറോ ആണെന്ന് കിട്ടി. അതുകൊണ്ട് ഈ പറഞ്ഞ സീരീസ് സിഗ്മ yn ഈസ് ഡൈവേർജന്റ് എന്നുറപ്പായി. nth ടൈം നോൺ സീറോ ആണെങ്കിൽ, nth ടൈം 0 ആണെങ്കിൽ കൺവേർജൻസ് പറയത്തില്ല. nth ടൈം നോൺ സീറോ ആണെങ്കിൽ nth ടൈം ടെസ്റ്റിന്റെ ഡൈവേർജൻസ് ടെസ്റ്റ് ഫോം ഉപയോഗിച്ച് സിഗ്മ yn ഡൈവേർജന്റ് ആണ്. സിഗ്മ y എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ മോഡ് എക്സ് എൻ ഈസ് ഡൈവേർജന്റ്. ദാറ്റ് ഈസ് സിഗ്മ മോഡ് എക്സ് എൻ്റെ കാര്യം സിഗ്മ എക്സ് എൻ നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. സിഗ്മ എക്സ് എൻ നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. ഇതാണ് നമ്മളുടെ റിസൾട്ട്. നമുക്ക് മറ്റൊരു സീരീസിന്റെ അബ്സല്യൂട്ട് കൺവേർജൻസ് കൂടി ടെസ്റ്റ് ചെയ്യാം. സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി sin n divided by n square. Sin of n divided by n square. Absolute convergence ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സിഗ്മ മോഡ് എക്സ് എൻ എഴുതും. സിഗ്മ മോഡ് എക്സ് എൻ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് sin n divided by n square. Modulus of sin n divided by n square. You know that -1 less than or equal to any sin value. Sin n less than or equal to 1. Then modulus of sin n എടുത്താലോ, modulus of sin n എടുത്താൽ less than or equal to 1. Modulus ആയതുകൊണ്ട് 0 less than or equal to ലെഫ്റ്റ് സൈഡിൽ ചേർക്കാം. മോഡുലസ് ഞാൻ കാണുന്ന ഇക്വേഷൻ 1നെ നമ്മൾ n സ്ക്വയർ കൊണ്ട് എല്ലാ ടൈംസിനും ഡിവൈഡ് ചെയ്യുന്നു. 0/n square we get 0 less than or equal to 0 less than or equal to modulus of sin n divided by whole divided by n square. പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസിനകത്ത് വിടാം. less than or equal to 1/n square. Dividing all the terms of 1/n square you get this inequality. Then here we take xn എന്ന് വിളിക്കത്തില്ല, yn equal to modulus of sin n divided by n square and zn equal to 1/n square. കമ്പാരിസൺ ആണ്. less than or equal to. റൈറ്റ് സൈഡിലെ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ എക്സ് എൻ വൈ എൻ ഉപയോഗിച്ചാൽ നിങ്ങൾ കമ്പാരിസൺ ടെസ്റ്റ് പഠിച്ചതെന്നുള്ളൂ. അതിനേക്കാൾ ചെറിയ ടേംസ് ഉള്ള ലെഫ്റ്റ് സൈഡിലെ സീരീസും കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡിലെ സീരീസ് തന്നെ സിഗ്മ 1/n square കൺവേർജസ് കൺവേർജന്റ്. therefore by comparison test അനുസരിച്ച് എന്താ വരുന്നത്? ലെഫ്റ്റ് സൈഡിലെ സീരീസ് എഴുതണം. സിഗ്മ മോഡ് സൈൻ n ഡിവൈഡ് ബൈ n സ്ക്വയർ കൺവേർജന്റ് ആണ് എന്ന് കിട്ടും. മോഡുലസ് മാറ്റിയാൽ സിഗ്മ സൈൻ n ഡിവൈഡഡ് ബൈ n സ്ക്വയർ
അത് പറയുമ്പോൾ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ്. സിഗ്മ സൈൻ n by n സ്ക്വയർ അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. ദാറ്റ് ഇസ് എ പ്രൂഫ്.